ഞാൻ ദിയ. ഇത് ഞങ്ങളുടെ വെക്കേഷനിലെ പ്ലാൻ ആണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നതായിരിക്കും. ആദ്യം എൻ്റെ ചേച്ചിയാണ്. ഹേ ഗൈസ്, ഞാൻ അന്ന. ദിയ പറഞ്ഞ പോലെ അവളുടെ സിസ്റ്റർ. ഒരു മീൻ എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ വറക്കാം എന്നതാണ് ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. സോ ദിസ് ഇസ് മൈ സെൽഫ് ഇൻട്രോ. ഞാൻ അടുത്തതായി സാറേനെ വിളിക്കുന്നു. ഹായ്, ഞാൻ സാറ. എനിക്ക് ഈ മീനുകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. എനിക്ക് ഇവരെ കൊല്ലുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇന്നെല്ലാം അത് മാറി മറിയാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ചേട്ടനെ വിളിക്കുവാണ്. മേരെ പ്യാരെ ദേശവാസിയോ, ഞാൻ കെവിൻ. ഇതെന്നെ അനിയൻ ജോന. ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു മീനെ കശാപ്പ് ചെയ്യാൻ പോവാം. ആണ്ടല്ലോ, കുളം കണ്ടല്ലോ. ഇന്നൊന്നിനെ ഞങ്ങളിന്ന് തൂക്കും. ഇവന്മാർക്ക് ഇത് പറ്റി. സാധനം റെഡിയാണ്. ആര് പറഞ്ഞത്? ആയിരിക്കുന്നത് ഞങ്ങള് പിടിച്ചെന്ന് കണ്ടാ നൈസ് ഐറ്റമാണ്. എങ്ങനെ മനസ്സിലായി? ആരോടും പറയല്ലോ കേട്ടോ. ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഓൾ സേഫ് ബ്രോ. നമുക്ക് പിള്ളേരെല്ലാം വിളിക്കാം. ഒരു ഓളൊക്കെ ആവുമല്ലോ കുക്ക് ചെയ്യുമ്പോൾ. Jara. I'm also a part of this. Hi, I'm Noyedi. നിനക്കെന്ത് പറ്റി? അതെ, കുക്ക് ചെയ്യാൻ പോയല്ലേ, അതിന് ജോലിയൊക്കെ കൊടുക്കണ്ടേ? അത് ഐഡിയ. ഞാൻ ഓയിലും എടുത്തിട്ടോ. അന്നെ അടുപ്പിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടോ. കല്ല് സാധനങ്ങൾ വിറകെ എടുത്തിട്ട് വന്നേ. ഇനി എന്തൊക്കെയാ പൊടികളല്ലേ? എടാ, നിങ്ങൾ മൂന്നുപേരും കൂടെ വേണ്ടി എടുത്തിട്ടുണ്ടോ? ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഐറ്റംസ് എല്ലാം കൊണ്ടുപോവാ. ഇനി എന്തോ ബാക്കിയുള്ള എല്ലാം ആയില്ലേ? അപ്പോൾ കട്ടിംഗ് ബോർഡ്, ആയുധങ്ങൾ എല്ലാം എടുത്തിട്ടോ. ലൈം ഇട്ടോ. സാധനങ്ങൾ എപ്പോൾ എത്തണേ? ഏഞ്ചല് നീയൊക്കെ എന്തുണ്ടോ പോടാ, പോയി എടുത്തിട്ടോ. എല്ലാം ഇനി ഇതിൻ്റെ കശാപ്പ്. എന്തിനാ മീനൊക്കെ മുറിക്കുന്നത്? അതിനും ഒരു ജീവനുള്ളതല്ലേ. നമുക്ക് എന്തിനാ ഇങ്ങനെ ദാണ്ട ചോര വരെ വീഴുന്നു? നീ കഴിക്കൂ? ഞാൻ കഴിക്കത്തില്ല. എനിക്ക് വയ്യ ഇങ്ങനത്തെ ജീവജാലങ്ങളൊക്കെ തിന്നാൻ. ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭാഗത്ത് കണ്ട ഞാൻ വരത്തൊന്നുമില്ല. പാവം മീൻ. ശരി. അച്ചാച്ചാ, ദാണ്ട വിറക്. എന്തുവാടി ഇത്? പെൻസിലോ? പെൻസിലൊന്നുമല്ല, വിറകാ. എന്തുവാടി ഇത്? പോയി വിറകപ്പടി. ഇന്ന് ഞാൻ കുറച്ച് വിറക് വെട്ടിയിട്ടേ ഉള്ളൂ. കളിപ്പ് കട്ടക്കളിപ്പ് പറക്കും പാടി പറക്കും. ഓ, ഇത് ഇന്നും ഒന്നും തീരുമെന്ന് തോന്നുന്നില്ല. ഇതൊരു മെനക്കെട്ട പണിയാന്നറിയാമോ? അന്നേരം ഞാൻ പറഞ്ഞു ഈ മീനെ ഒന്നും വേണ്ടാന്ന്. അപ്പൊ എല്ലാവർക്കും മീൻ കറി വേണം, മീൻ ഫ്രൈ വേണം. ഞാനല്ല പിടിച്ചോണ്ട് വന്നേ. തിന്നണ്ട. ഞാൻ പിടിച്ചോണ്ട് വന്നേല, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ഒന്ന് പെട്ടെന്ന് പൊളിയട കണ്ടിരിക്കുന്നു. ഇത്രയും ബോധമില്ലല്ലേ. ഇതിട്ടിട്ട് അരി നീന്താൻ പോന്നാ?
നീതാണെന്നല്ല കണ്ണി വിതർത്തില്ല. എന്റെ അമ്മോ, ബുദ്ധിയാണ് ബുദ്ധി. നേരെ അരിയടേ. കൊച്ചിനാണോ? എനിക്കൊന്നും വേണ്ട. പിന്നെ ശരി, കുറച്ചേരം കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോ ഞാൻ തരൂല. ഞാനൊന്നും ചോദിക്കത്തില്ല. ഭയങ്കര ഗിരിഗിരി അത്. ഇതിനൊക്കെ ആരുടെ വിളിച്ചോണ്ട് വന്നേ? കണ്ടാ നീറ്റായിട്ട് ഒന്നും വേണ്ട, എല്ലാം ഒരേ ലെവല്. ഞാൻ ഒരു പ്രാവശ്യം നോക്കട്ടെ. ബാഹുബലി. നമുക്ക് അളന്ന് മുറിക്കണം. എന്ത് ചെയ്യാ? മാത്തമാറ്റിക്കലി ഓക്കെ നോക്കിക്കോ. എടി എന്നാ പിന്നെ ഡിവൈഡറും കൂടെ എന്ത് കാണിക്കുവാടി? കോമ്പസ് എല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അറിയോ കറക്റ്റ് കണ്ട മുറിക്കണ്ടേ? എടി മൂർച്ചയുള്ള എന്തെങ്കിലും എടുത്തിട്ട് വന്നേ. മൂർച്ചയുള്ളത് ജസ്റ്റ് മിനിറ്റ്സ്. എന്തു ആടി ഇത്? ആക്സ് ബ്ലേഡ് നല്ല മൂർച്ചയുള്ളതാ. ഓ എവിടന്ന് നല്ല മൂർച്ച തന്നെ. കത്തി എടുത്തോണ്ട് ആടി. കത്തിങ് കട്ടിങ് ബോർഡ് നോക്കട്ടെ. ഇത് വാക്കത്തി ആടി, പോയി സാധാ കത്തി എടുത്തോണ്ട് വാടി. ഇതൊക്കെ മതി, വാ മുറിക്കാൻ. വെരി യക്ക. കഴിക്കാൻ വരല്ലേ? പാവം മീന്. എടാ ആരേലും പോയ ലൈറ്റർ എടുത്തോണ്ട് വന്ന് കത്തിക്കാനുള്ളതല്ലേ? ഞാൻ ലൈറ്റർ കൊണ്ടുവന്നു. ലൈറ്റർ കൊണ്ടുവരാൻ. ബോംബ് വരുന്നുണ്ടേ. നമുക്ക് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. ശരിയാ, അത് പൊളിക്കും. നല്ല മണം അടിക്കുന്നുണ്ടല്ലേ. എന്താ ഞാൻ ചുമ്മാ നോക്കാൻ പറ്റില്ല. എനിക്ക് കഴിക്കൊന്നും വേണ്ട.
എന്തായാലും ഞാൻ നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എങ്ങനെ അടിപൊളി വേണം. കുഴപ്പമില്ല, വന്നിട്ട് കഴിച്ചോളാം. വെച്ചേക്കണേ കേട്ടോ. വെച്ചാ ഞാൻ പോരാ. നമ്മള് വരുമ്പോ എന്താ പറഞ്ഞ കുളിക്കാൻ പോട്ടെ. എന്റെ അവസ്ഥയാടാ ഇത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. എന്നാലും ഒന്ന് കഴിച്ചു നോക്കി.